ഇന്ത്യൻ ന്യൂ ഇയർ എന്ന് പറഞ്ഞേനു. ആൻറ്റിമാറിനെ കണ്ടു. എന്നിട്ട് ഒരു ആൻറ്റി പറഞ്ഞു ഹായ്ന്ന്. അപ്പം അതിന് മുമ്പാണ് ആ ആൻറ്റിൻ്റെ പേരെന്താ, അത് ലേസ എന്നാണ് പേര്. ചേട്ടന്മാരും ഉണ്ടായിരുന്നു, ആൻറ്റിമാരും ഉണ്ടായിരുന്നു. ഉമ്മയോട് ജോലിയിലായിരുന്നു. പിന്നെ ആൻറ്റിമാരൊക്കെ നന്നായിട്ട് പണിയെടുക്കണ്ടായിരുന്നു. ഉമ്മ ചുമ്മാ എന്നൊക്കെ ചെയ്തേന്. ഇത് ഒന്ന് ചുമ്മാ വന്നേന്. കഴിഞ്ഞ ദിവസം ഒന്ന് വന്നേന്. ഇത് അന്ന് വന്നില്ലേ ആ സ്ഥലമാണിത്. ഇവിടെ ഒന്ന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ ഓടിപ്പോവാനായിരുന്നു. പിന്നെ അവിടെ ഓടിപ്പോണേന് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോണേയുള്ളൂ. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ സമയമുണ്ട്. ഇതുപോലത്തെ സ്കൂട്ടർ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ആൻറ്റിമാർക്ക് ആൾക്കാരൊക്കെ ഇരിക്കണത്. ഇതുപോലത്തെ സ്കൂട്ടർ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ ഇലക്ട്രിക് സ്കൂട്ടർ? ഇതൊരു ആൻറ്റി എനിക്കൊന്ന് ഇത് തന്നേന്നു. പക്ഷേ എനിക്കൊരു ഡ്രസ്സ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു. ആൻറ്റിമാർ എനിക്കൊന്ന് ഇങ്ങനെ കളിക്കാൻ തന്നതായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൽ ഞാനൊന്ന് ഇരുന്നേനു. അതിനുശേഷം ഫോട്ടോ എടുത്തു. അവിടെ നല്ല സൂപ്പറായിരുന്നു. ഈ കുരങ്ങൻ ഈ സ്ഥലത്തെ കുരങ്ങനാണ്. ഇവിടെ കളിക്കാനൊക്കെ സാധനം ഉണ്ടായിരുന്നു. നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. ഇവിടെ ഒരു ആൻറ്റിമാർ എന്നെ കളിക്കാൻ വിളിച്ചതാണ്. നമുക്ക് കളിക്കാനോ? ഞാൻ കളിക്കാൻ നോക്കിക്കോ. എല്ലാവരും ഉണ്ട് കളിക്കാൻ. ഇവിടെ എന്ത് കളിയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കും. ആൻറ്റി ചെയ്താണോ? അതുപോലെ ഞാനും ചെയ്യാൻ പോകുന്നതാണ്. ചെയ്യണം, നോക്കിക്കോ. ഞങ്ങളിവിടെ ഒരു പൂവിൽ നോക്കിയാൽ പൂവിലൊരു ഫോട്ടോ എടുക്കാൻ വന്നേനു. നല്ല രസമല്ലേ ഈ പൂ കാണാൻ? കണ്ടോ? ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചേ വന്നേനു. വന്നോളും അങ്ങോട്ട് പോണേന് എന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞങ്ങൾ പോണേനു. കഴിഞ്ഞിട്ട് പോണേനു. ഓക്കെ, ഞങ്ങൾ പോട്ടെ. ഈ കാറ് കാണാൻ നല്ല ഭംഗിയില്ലേ? സൂപ്പറല്ലേ? ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോണ വഴിയാണിത്. പോയിട്ട് പോണുള്ളൂ. ഇവിടെ ഒരാളോ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സിറ്റി സെന്ററിൽ എത്തി. കയറി എന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ബൈ. താങ്ക് യു. കിത്തോസ്.